യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി. പശ്ചിമേഷ്യയ്ക്കായുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ധാരണയുടെ തുടർ ചർച്ചകൾ ട്രംപും നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് പുനരാരംഭിക്കുക. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായതിനു ശേഷം അമേരിക്കയിലെത്തുന്ന ആദ്യ വിദേശ നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു. നാളെയായിരിക്കും ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സംബന്ധിച്ച തുടർ ചർച്ചകൾ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും നടക്കുക. നയതന്ത്ര തലത്തിലും ആഗോള സമാധാന വിഷയത്തിലും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നിർണായകമാണ്. ഇന്ന് പശ്ചിമേഷ്യയ്ക്കായുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ചകൾ നടത്തും. ട്രംപിന്റെ അന്ത്യശാസനത്തെ തുടർന്നാണ് ഇസ്രയേൽ ഹമാസ് ചർച്ചകൾ ഊർജിതമായത്. അധികാരത്തിലെത്തുന്നതിനു മുമ്പ് മുഴുവൻ ബന്ദികളുടെയും മോചനം നടപ്പായില്ലെങ്കിൽ ഹമാസിനെതിരെ കർശന നടപടിയെന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. തുടർന്നാണ് ചർച്ചകളിൽ ശക്തമായ ഇടപെടൽ ഖത്തർ നടത്തിയതും ജനുവരി 19 വെടിനിർത്തൽ യാഥാർത്ഥ്യമായതും. മാത്രമല്ല, ഇസ്രയേലുമായി ആയുധ ഇടപാടുകൾ വരെ നടത്തുന്നതിനുള്ള ധാരണകളും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നും സൂചനകൾ പുറത്തുവരുന്നു. വാണിജ്യ വ്യവസായ രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള ധാരണകളും ചർച്ചകളിലുണ്ടാകും. ലോകം കാത്തിരിക്കുകയാണ് ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്കായി. പശ്ചിമേഷ്യയിലെ ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുന്ന സംഭവ വികാസങ്ങളുടെ തുടക്കമായിരിക്കും നേതാക്കളുടെ കൂടിക്കാഴ്ചയെന്നും നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.